നാളെ 12-ാം തീയതി നടക്കുന്ന കാളവേല മഹോത്സവത്തോടനുബന്ധിച്ച് വൈകിട്ട് 3 മണി മുതൽ മറ്റന്നാൾ രാവിലെ വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ഈ ഗതാഗത നിയന്ത്രണം പോലീസ് കൃത്യമായും 1 കിലോമീറ്ററിന് മുൻപിലായിട്ട് ബാരിക്കേഡ് വെച്ച് നിയന്ത്രിച്ച് വിടുന്നതായിരിക്കും. അത് മാധ്യമങ്ങളിൽ മറ്റും വഴി എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ നിയന്ത്രണങ്ങൾ കർശനമായി യാത്രക്കാരും വാഹനവുമായിട്ട് വരുന്നവരും പാലിക്കേണ്ടതാണ്. പോലീസ് അതിൻ്റെ ഡയറക്ഷൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ബസ്സുകൾക്ക് നിയന്ത്രണമുണ്ട്. പാലക്കാട് നിന്നും പെരിന്തൽമണ്ണയിൽ നിന്നും വരുന്ന ബസ്സുകൾ കച്ചേരിക്കുന്ന് ഭാഗത്ത് ആളുകളെ ഇറക്കിയിട്ട് പോകണം. പട്ടാമ്പിയിൽ നിന്ന് വരുന്ന ബസ്സുകൾ ഈ മഞ്ചക്കല്ല് പെട്രോൾ പമ്പിൻ്റെ ഭാഗത്ത് ആളുകളെ ഇറക്കിയിട്ട് തിരിച്ചു പോകണം. ഒറ്റപ്പാലത്ത് നിന്ന് വരുന്ന ബസ്സുകൾ KPIP കവലയിൽ ആളുകളെ ഇറക്കിയിട്ട് തിരിച്ചു പോകേണ്ടതാണ്. അതുപോലെ ഈ ഉത്സവം ദർശിക്കുവാനായിട്ട് ഒട്ടനവധി ആളുകൾ വരുന്നുണ്ട്. നാളെ തിരക്ക് അനുഭവപ്പെടാൻ എന്നാണ് അറിയുന്നത്. ഉത്സവത്തിനായി വരുന്ന യാത്രക്കാർ, വാഹനങ്ങൾ വരുന്നവർ പോലീസിൻ്റെ നിയന്ത്രണത്തിന് മുൻപായിട്ടുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ചെർപ്പുളശ്ശേരി ടൗണിലേക്ക്, ഉത്സവം നടക്കുന്നിടത്തേക്ക് കാൽനടയായി വരണമെന്നാണ് നിങ്ങളോട് അറിയിക്കാനുള്ളത്. ടൗണിലേക്ക് ഒരു വാഹനങ്ങളും കടത്തിവിടില്ല എന്നുള്ളത്, ആരുടെയും വാഹനങ്ങൾ കടത്തിവിടില്ല എന്നുള്ളത് കർശനമായ നിർദ്ദേശമാണ്. അതുപോലെ ഉത്സവ സ്ഥലത്ത് എത്തുന്ന ആളുകൾ വിലയേറിയ വസ്തുവകകൾ, പരമാവധി ആഭരണങ്ങളും മറ്റും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് പോലീസിൻ്റെ ഭാഗത്തുനിന്നും നിർബന്ധം പറയാൻ കഴിയില്ല, എങ്കിലും പരമാവധി അങ്ങനെ ശ്രദ്ധിക്കുക. അതുപോലുള്ള ഫോണുകൾ, ക്യാഷ് എന്നിവ സൂക്ഷിക്കുക. സ്നാച്ചിങ്ങിനുള്ള സാധ്യതകളും മറ്റ് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസും തടയാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി അജിത് സാർ IPSൻ്റെ നിർദ്ദേശപ്രകാരം ഏകദേശം 125ഓളം പോലീസ്മെൻറ്റിനെ ഈ ഉത്സവത്തിനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള വിഷയങ്ങളും ഉണ്ടാകാതെ വളരെ സന്തോഷവും സമാധാനപരമായിട്ടും ഉത്സവം നടന്നു പോകണമെന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആഗ്രഹം. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട്. ആൻറ്റി സോഷ്യലുകളായിട്ടുള്ള ആളുകളെ പോലീസ് നിയന്ത്രിക്കുന്നു. അവർക്ക് വേണ്ട ബ്രീഫിങ് അവരെ ഇന്ന് വിളിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ട ബ്രീഫിംഗ് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വേണ്ട ആളുകളെ മുൻകരുതൽ എന്ന വണ്ണം പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലീസിനെ അപ്പം തന്നെ അറിയിക്കേണ്ടതാണ്. ആരെങ്കിലും കണ്ടാൽ തന്നെ അപ്പം തന്നെ പോലീസിനെ അറിയിക്കണമെന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായാൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകും. അതും അറിയിക്കുകയാണ്. അതുകൊണ്ട് ഉത്സവം സമാധാനത്തോട് വീക്ഷിച്ചു പോകണമെന്നാണ് അറിയിക്കാനുള്ളത്. മറ്റൊരു കാര്യം അതാണ് എന്നോട് അറിയിക്കാനുള്ളത്. പിന്നെ പൊതുവെ ഉത്സവത്തിന് വേണ്ടുന്ന എല്ലാവിധ ആശംസകളും പോലീസിൻ്റെ ഭാഗത്തു നിന്നും അറിയിക്കുകയാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടി, ഈ പോലീസ് ഈ ഏകദേശം 80-ന് മുകളിൽ കാളവേലകളുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. നാളെ 12-ാം തീയതി വൈകുന്നേരം മുതൽ ഈ കാളകൾ ഈ ടൗണിൽ ചുറ്റി പ്രദക്ഷിണം വെക്കുകയും രാവിലെയോടുകൂടി അത് പൂർത്തിയാകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാളയുടെ കമ്മിറ്റിയുടെ ഭാരവാഹികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മുൻപായിട്ട്. ആ ഭാരവാഹികൾ ആ നിർദ്ദേശം അനുസരിച്ച് തന്നെ, അത് കൂടാതെ അമ്പലത്തിൻ്റെ നിർദ്ദേശമുണ്ട്. അമ്പലത്തിൻ്റെ നിർദ്ദേശാനുസൃതമായി സമയബന്ധിതമായി ഇതിനെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ച് മടങ്ങേണ്ടതാണ്. ഈ കാളവേലകൾ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന് വലിയ റോളില്ല, വലിയ റോളില്ല. പോലീസിൻ്റെ നിയന്ത്രണം അവിടെ വരുത്താതിരിക്കുക. സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ അതിനകത്ത് പോലീസിൻ്റെ ഭാഗമില്ല. മറിച്ച് പല വർഷങ്ങളിലും ഈ അമ്പല ഭാരവാഹികൾ തന്നെ പോലീസിൻ്റെ റിക്വസ്റ്റ് ചെയ്ത് ഈ കാളകളെ പോലീസ് നിർദ്ദേശാനുസരണം അങ്ങനെ കയറ്റാറുണ്ട്. അതിനുവേണ്ടി പരമാവധി ശ്രമിക്കാതിരിക്കുക. പോലീസിനെ അത്തരം കാര്യങ്ങൾ ഇൻ്റർഫെയർ ചെയ്യരുത്. അത് മറ്റുള്ള അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികളും മറ്റും ഉത്സവ ഭാരവാഹികളും മറ്റും സമയബന്ധിതമായി തീർക്കണമെന്നും കൂടിയാണ് അറിയിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഉത്സവത്തിന് വേണ്ട എല്ലാ ആശംസകളും അറിയിച്ചു.